ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിൽ ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കിടത്തേണ്ടുള്ള എത്രയോ സംഭവങ്ങളുണ്ടെന്നറിയാം എൻ്റെ വക്കീൽ തന്നെ എനിക്ക് പറഞ്ഞത്. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ. ഇപ്പോൾ പുതിയ വോയിസ് നോട്ടുകളൊക്കെ ഫിറോസ് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ഈ രണ്ടെണ്ണത്തിനെയും ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ. അതുപോലെ രണ്ടിനെയും പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം ഇവർ രണ്ടും ഉടായ്പകളാണ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടിൻ്റെ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് ജനങ്ങളുടെ അടുത്ത് പറയുക, നിങ്ങൾ അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കും, ജനങ്ങളുടെ അടുത്ത് പറയുക. ഫിറോസ് കുറച്ച് സജിനെ പറ്റിയിട്ടുള്ള കുറച്ച് തെളിവുകളായിട്ട് വരും. അത് കഴിഞ്ഞ ഉടനെ അടുത്ത സജിന ഫിറോസിൻ്റെ കുറച്ച് തെളിവുകളായിട്ട് വീണ്ടും വരും. അങ്ങനെ ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ ലൈഫ് ഉണ്ടല്ലോ ഇതിലോട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ടാണ് ജനങ്ങളുടെ അടുത്താണ്, ജനങ്ങളാണ് കോടതി എന്നുള്ള രീതിയിലാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കോടതിയും പോലീസും എന്തിനാണെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ്, രണ്ട് കണക്ക് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം സജിന മറുനാടൻ സ്പെഷ്യലിനകത്ത് കൊടുത്ത എക്സ്ക്ലൂസീവായ കുറച്ച് ഇൻ്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഫിറോസ് ഖാൻ്റെ ഒരു വോയിസൊക്കെ 17 ബന്ധപ്പെട്ട ഒരു വോയിസൊക്കെ സജിന പുറത്തു വിടുന്നുണ്ട്. അതിനുശേഷം ഫിറോസ് ഖാൻ സജിനയ്ക്കെതിരെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് സജിനയുടെ കൂട്ടുകാരി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഫിറോസ് ഖാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ വെച്ച് തരാം. അതിനകത്ത് സജിനയുടെ കൂട്ടുകാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, MDMA അടിമയാണ് സജിന എന്നാണ് പറയുന്നത്. സജിനയുടെ മൂക്കിൽ കൈയിട്ട് കഴിഞ്ഞാൽ 3-4 കിലോ MDMA എപ്പോൾ വേണമെങ്കിലും കിട്ടുമെന്നാണ് കൂട്ടുകാരി പറയുന്നത്. അതൊക്കെ ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പോൾ അതിനു മുമ്പ് ഫിറോസ് ഖാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഓക്കെ, എന്തായാലും ഫിറോസ് ഖാൻ പറയുന്നത് ഒന്ന് കേട്ട് നോക്കാം. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടത് ഒരിക്കലും എനിക്ക് വിജയിക്കാനോ ഒന്നുമല്ല. എത്ര ചെല്ലിയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത്. അപ്പോൾ ഇത്രയും 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്ന് കൊണ്ട് ചേർക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല, അതിലൊരു വിജയമല്ല. ഇപ്പോഴും ഏകദേശം ആ വീഡിയോ വന്നതിന് ശേഷം, സജനയുടെ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഇനിയൊരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത്, വീണ്ടും അവൾ വന്നിട്ട് വായിത്തോന്നി എന്തും വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ, അതുകൂടാതെ ഫ്രഞ്ചൈസിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ ജനങ്ങളാണ് കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഓഡിയോ ഇട്ടതിന് ശേഷം ഞാൻ അന്ന് വിളിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് കാല് ഓടിക്കുന്നുണ്ട്. ആ വീഡിയോ എടുത്ത് കളഞ്ഞി. എന്നിട്ട് ആ 17 കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോടൊരു വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക്, ഒറ്റ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോക്സോടെയെങ്കിലും നീ ആ 17 വയസ്സുള്ളതെങ്കിലും നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി. എന്നിട്ട് അവൾ പറഞ്ഞു ഊമക്കത്തിൻ്റെ കാര്യം അത് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞ്. അടുത്ത ഒരു ഇലക്ഷൻ വരികയാണ്, അപ്പോഴത്തേക്ക് അർത്ഥം മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിനിടയ്ക്കുള്ളതാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. ഇത്രയും സജിന ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വന്ന്, നീ എന്തായാലും വിജയിച്ച് നിൽക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഈ റസൂലിൻ്റെ കളി തന്നെയാണ്. ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്ത് വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സജിന വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? അത് കണക്ക് നിൻ്റെ കൂട്ടുകാരികളെക്കുറിച്ച് ആ ദിയാസനെ പുറത്ത് വരത്തില്ലെന്നാണോ? അവളൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ നീ പറയുമ്പോൾ അവളിത് പുറത്തു വന്ന് പറയത്തില്ലെന്ന് നിനക്ക് തോന്നുന്നു?
നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്ത ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. തെറ്റ് ചെയ്യാത്തവർ അവർ രക്ഷപ്പെടും, അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകാതെ ഞാൻ നിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ, എൻ്റെ കുഞ്ഞിന് നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിക്ക്. കാരണം നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് അറിയാൻ വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കടത്തേണ്ടുള്ള ഇത്രയും സംഭവങ്ങളുണ്ടെന്നറിയാം എൻ്റെ വക്കീൽ തന്നെ എനിക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം. അതിന് എന്ത് രീതിയിലായാലും നിനക്കറിയാമല്ലോ ഞാനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇനി ആ വിവാഹം പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് മാത്രമേ ഉള്ളൂ. അവനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നീ ദ്രോഹിക്കരുത്. പിന്നെ നീ നിൻ്റെ കൂട്ടുകാരികൾ ഒരുപാട് പേരെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു കൂട്ടുകാരി എനിക്ക് നിൻ്റെ ലൈഫിലുള്ള ഇപ്പം ഫിറോസ് ഖാൻ പറഞ്ഞ പോലെ സജിന കഴിഞ്ഞ മറുനാടൻ സ്പെഷ്യലിനകത്ത് കൊടുത്ത ഇൻ്റർവ്യൂവിൽ സജിനയും പറയുന്നതായിട്ട് ജനങ്ങളോട് നിങ്ങൾ വന്ന് ചന്ദനത്തോപ്പിൽ വന്ന് അന്വേഷിച്ച് നോക്ക്, ഞങ്ങളെ പറ്റിയിട്ട് എന്നെ പറ്റിയിട്ട് ഫിറോസ് ഖാനെ പറ്റിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിവർ രണ്ടും വൻ കോമഡി ആയിട്ട് മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടിനെ ഒരു പൊതുശല്യമായിട്ട് കണ്ട്, സത്യം പറഞ്ഞാൽ ഇവർക്ക് പൊതുശല്യമായിട്ട് ഇവരെ രണ്ടിനെയും കാണണം, അതാണ് വേണ്ടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരുടെ ലൈഫ് എന്തിനാണ് നിങ്ങളിങ്ങനെ നിങ്ങളെ ലൈഫ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്, ഇതിപ്പം മൊത്തം ജനങ്ങൾ അറിഞ്ഞില്ലേ? നാണം കെട്ട് ഉപ്പാട് ഒന്നില്ല, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? നിങ്ങൾക്ക് നിയമപരമായിട്ട് പോകാനുള്ള വഴികളുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ കൊത്തി തിന്നാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഇത് പബ്ലിക്കിൽ നടക്കുന്നൊരു കാര്യമായിട്ടാണ് നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. അപ്പം സജിന പറയുന്നത് ഫിറോസ് ഖാനാണ് ഉടായിപ്പെന്ന് പറയുന്നുണ്ട്, ഫിറോസ് ഖാൻ പറയുന്നുണ്ട് സജിനയാണ് ഉടായിപ്പെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നിലും ഇടപെടാതെ ഒരാൾ മാറിയിരിക്കുന്നുണ്ട്. ആരാന്ന് നമുക്ക് മനസ്സിലായി കാണാം, റസൂൽ പൂക്കുട്ടി. അല്ല, ഈ പുള്ളി എന്താണ് ഈ പുള്ളിയുടെ പേരിൽ ഇത്രയും വലിയ ആരോപണങ്ങളും സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഇങ്ങാരെന്താണ് മിണ്ടാതിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങാർക്ക് വല്ലതൊന്നും മൊഴിഞ്ഞൂടെ? ഓക്കെ, ഇനി ഞാനിവിടെ സജിനയുടെ കൂട്ടുകാരി പറയുന്ന വോയിസ് ഞാനിവിടെ നിന്ന് വെച്ച് തരാം. ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് സജിനയെ പറ്റിയിട്ട് സജിനയുടെ കൂട്ടുകാരി പറയുന്നത്. സജിന MDMA അഡിക്റ്റ് ആണെന്നും MDMA അടിച്ച് കിണ്ടിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടെന്നൊക്കെ കൂട്ടുകാരിയുടെ ഒരു വോയിസാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫിറോസ് ഖാനാണത് പുറത്ത് വിട്ടിട്ടുള്ളത്. അതിനകത്ത് കൂട്ടുകാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പം സജിനയുടെ മൂക്കിലൊന്ന് തട്ടിയാലും 3 കിലോ MDMA താഴെ വീഴുമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും MDMAക്ക് അടിമയായിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം കണക്ക് തന്നെ. ഫിറോസ് ഖാനും കണക്ക് തന്നെ, സജിനയും കണക്ക് തന്നെ, പിന്നെ ഈ പൂക്കുറ്റിയും കണക്ക് തന്നെ, എല്ലാം കണക്ക് തന്നെ. ഇത്രയൊക്കെ കണ്ടിട്ട് ഇയാൾ മിണ്ടാതിരിക്കുന്നത്, ഇയാൾക്ക് നട്ടല്ലെന്ന് പറയുന്ന സാധനം ഉണ്ടോ? എന്തുവാണ് ഇതൊക്കെ? എന്തായാലും ആ ഒരു വോയിസ് റെക്കോർഡും കൂടെ ഒന്ന് കേട്ട് നോക്കുക, സജിനയുടെ കൂട്ടുകാരി പറയുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിൽ ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറേ അലിഗേഷൻസ്. അതായത് ഇവൾക്കത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട്, അതല്ലാത്ത ആൾക്കാരുടെ പേര് സജന ഇവള് പറയുന്നുണ്ട്, എന്നെ കുറേ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണേ, അവളെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എൻ്റെ റസൂൽ പൂക്കുട്ടിയാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.
ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത് ഈ ഞങ്ങളുടെ ഗ്യാങ്ങിൽ. കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ അപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് ഒരു നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പം ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയണതേ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ആടി എനിക്ക് അയക്കുന്നുണ്ട്, അപ്പം നിനക്ക് എന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയത്. സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. റസൂൽ പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്, സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്, അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്. അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. എന്താണ് വിശേഷം? അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളെല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി ആ കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ് ആ ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും റസൂൽ പൂക്കുട്ടിയുടെ അടുത്ത് സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാണ് സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവള് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവൾ ചെയ്ത കാര്യമാണിത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ഇത് ആരുടെ നെയിൽ പോളിഷാണ് അത് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ് ഞാൻ നാണമുണ്ടോ സച്ചിന നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയണത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് രേണുസുതിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുതിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിലൊന്ന് വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്.